എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കാലത്ത് വൈഫ് ചോദിച്ചു എന്താ ഉപ്പേരിക്ക് എന്തുള്ളത്. സാധാരണ വെണ്ടക്കായ ഇഷ്ടം പോലെ പൊട്ടിക്കല്ലേ, ഇഷ്ടം പോലെ വെണ്ടക്കായ ഇവിടെ ഉണ്ട്. വെണ്ടക്കായൻ്റെ ഒരു നാളൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ പുറമൊന്നും വാങ്ങലൊന്നും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ചേനയുടെ ഇല വെച്ചാൽ, ചേനയുടെ ഇല നിങ്ങൾ വെച്ചിട്ടുണ്ടാവും. കുറേ പേർക്കൊക്കെ അറിയാം. എനിക്ക് തോന്നുന്നു ഒരു 80% ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയാം. ചിലവർ ഇത് ചൊറിയലാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് വെക്കാണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. കുറേ പേർക്ക് അറിയില്ല. അറിയണ കുറച്ച് ഒരു 20% ആൾക്കാർക്ക് ചേന എങ്ങനെ തോരൻ വെക്കാമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ചേന നോക്കിയപ്പോൾ ഇവിടെ ഡബിൾ മുളച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് അതിലത്തെ അപ്പം നമ്മൾ 2 കട എന്തായാലും ഒരു ഇതിൽ വെക്കില്ല. അപ്പോൾ ഒരു കട മുറിച്ച് കളയും. ആ മുറി അതെടുത്തിട്ട് ചേനയുടെ ഒരു തോരൻ വെക്കാൻ തീരുമാനിച്ചു. ചേനയുടെ ഇല കൊണ്ടുള്ള തോരൻ. അപ്പോൾ ചേനയുടെ ഇല കൊണ്ട് തോരൻ മാത്രമല്ല, അതിൻ്റെ തണ്ട് നമ്മൾ മാറ്റി വയ്ക്കാൻ നമുക്ക് പുളിങ്കറി, പരിപ്പിട്ടിട്ട് പുളിങ്കറി വയ്ക്കാൻ പറയുന്നുണ്ട്. സിമ്പിൾ കറിയാണത്. അതും നമുക്കതുകൊണ്ട് വെക്കാം കേട്ടോ. തണ്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറയുന്നത് പോലെ മുകളിലത്തെ തൊലി ഒഴിഞ്ഞിങ്ങനെ കളയണം. ഉള്ളിലത്തെ കാമ്പ് മാത്രമേ പുളിങ്കറിക്ക് നമ്മൾ വളരെ മസ്റ്റാണ്, ഇങ്ങനെ കളയണം. പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതിനെ നുറുക്കണം. എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുക് പൊട്ടിക്കുക ആദ്യം തന്നെ. കുറച്ച് ചുവന്നുള്ളി കൂടി ആ കടുകും മുളകും എണ്ണേൻ്റെ പൊട്ടുണ്ട് കേട്ടോ. ഉള്ളി മൂത്ത് കഴിഞ്ഞപ്പോൾ നമ്മളെന്തായാലും ചേനയുടെ ഇല അതിലേക്ക് ഇടുകയാണ് ചെയ്യുക. അപ്പോൾ ചേനയുടെ ഇലയോടൊപ്പം തന്നെ നമ്മൾ ചേർക്കുന്നത് നല്ല അസൽ പച്ചമുളക് ഉണ്ടെങ്കിൽ അതിൽ നിറച്ച് കീറി ഇടുന്നുണ്ടോ. നമ്മുടെ എരിവിനനുസരിച്ച് നല്ലപോലെ പച്ചമുളകും കീറി ഇട്ടിട്ട് ഇത് കംപ്ലീറ്റ് അങ്ങോട്ട് അതിലേക്ക് ഇടുക. ഈ കാണണമെന്നല്ല, ഇത് വേവുമ്പോൾ അതിൻ്റെ പകുതിയാവും. പിന്നെ വെന്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ നാളികേരം പരിപാടിയൊക്കെ തുടങ്ങുന്നത് കേട്ടോ. കൊലരുകൊണ്ട് വേണം അവിടെ പണിക്കാരെ കൊല്ലയിലേക്ക്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഈ ചേന ഒന്ന് വാടി ഇങ്ങോട്ട് ഒതുങ്ങും. ആ സമയത്ത് ആണ് നാളികേര പ്രയോഗം നടത്തേണ്ടത്. പിന്നെ അതേ സമയത്ത് തന്നെ നമുക്ക് ആ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും അതിലേക്ക് നമുക്ക് വിതറി കൊടുക്കണം. അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശമൊക്കെ ഈ ചേനയുടെ പരിപാടി അവസാനിച്ചു എന്ന് തന്നെ പറയാം. ഇനി ചേനയുടെ ഇല കിട്ടിയ വിടരുത്, എല്ലാവരും ഇതൊന്ന് പരീക്ഷിക്കൂ കേട്ടോ.